ഹായ്, ഇന്ന് ഡേ 4 ആണ്. സോ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബാറ്റിംഗ് സ്റ്റാൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ബാറ്റിംഗ് സ്റ്റാൻസ് നിൽക്കുമ്പോൾ പല ടൈപ്പ് ഓഫ് സ്റ്റാൻസ് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുന്നുണ്ട്. ബട്ട് ഐഡിയലി ഒരു ക്രിക്കറ്റ് പ്ലെയർ എങ്ങനെ സ്റ്റാൻസ് നിൽക്കണം, ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ബാറ്റിംഗ് സ്റ്റാൻസ് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണേ. സോ അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ബാറ്റിംഗ് ഗാർഡ് എടുക്കണ കാര്യം പറഞ്ഞിരുന്നു. ബാറ്റിംഗ് ഗാർഡ് എടുത്ത് നമ്മൾ പ്രോപ്പർ ഗ്രിപ്പ് ചെക്ക് ചെയ്യുക. ഇത് രണ്ടും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ അതിൻ്റെ പോയിന്റുകളും കോമൺ മിസ്റ്റേക്സും എല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ബാറ്റിംഗ് സ്റ്റാൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ രണ്ട് ലെഗും ഒരേ ലൈനിലായിരിക്കണം നമ്മൾ ആദ്യം വെക്കേണ്ടത്. അത് മാത്രമല്ല, നമ്മുടെ ബോഡി വെയിറ്റ് ആസ് എ ബാറ്റർ ബാറ്റിങ്ങിന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി വെയിറ്റ് രണ്ട് കാലിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ അത് നമ്മുടെ ബോൾസ് ഓഫ് ദ ഫീറ്റിൽ ആയിരിക്കണം നമ്മുടെ വെയിറ്റ് വരേണ്ടത്. ബോൾസ് ഓഫ് ദ ഫീറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് ആദ്യത്തെ പോയിന്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നീസ് സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ് ആയിരിക്കണം. സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ് എന്ന് പറയുമ്പോൾ ഓവറായിട്ട് ബെൻഡ് ചെയ്ത് നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഷോട്ട് കളിക്കാനും നിങ്ങളുടെ ഫീറ്റിൻ്റെ മൂവ്മെൻറ്റിനെയൊക്കെ റെസ്ട്രിക്ട് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് സ്ലൈറ്റ്ലി ഒന്ന് നിവർന്ന് ലോക്ക് ചെയ്ത് നിൽക്കാതെ സ്ലൈറ്റ്ലി ഒന്ന് ഫ്ലെക്സ്ഡ് ആയിട്ട് വേണം നിങ്ങളുടെ നീസ് വെക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഷോൾഡർ വാച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഷോൾഡർ എപ്പോഴും ഇങ്ങനെ ക്ലോസ് ആക്കി വെച്ചുകൊണ്ട് നിൽക്കുന്ന ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ഷോൾഡർ എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കണം ആൻഡ് സ്ലൈറ്റ്ലി ഓപ്പൺ ആയിരിക്കണം. ആൻഡ് ഹെഡ് എപ്പോഴും സ്റ്റഡി ആയിട്ട് തന്നെ വെക്കണം. ഹെഡ് ഇങ്ങനെ ഷെയ്ക്ക് ആയിട്ടോ ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് ചില ആൾക്കാർ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. സോ ഹെഡ് എപ്പോഴും സ്റ്റഡി ആക്കിയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ നോക്കാനായിട്ട് ബോളറെ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഐസ് എപ്പോഴും ലെവലിലായിരിക്കണം. ഐസ് എപ്പോഴും തല ചരിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോൾ വാച്ച് ചെയ്യുന്നതും ബോളിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹെഡ് എപ്പോഴും സ്റ്റഡി ആയിരിക്കണം, അതിൻ്റെ കൂടെ തന്നെ ഐസ് ലെവലിലായിരിക്കണം. അപ്പോൾ ഒരു പ്രോപ്പർ സ്റ്റാൻസ് എന്നുള്ള രീതിയിൽ ഞാൻ ബാറ്റിംഗ് ഗ്രിപ്പ് കറക്റ്റായിട്ട് പിടിക്കുന്നു. ദെൻ ഞാൻ മാർക്ക് ചെയ്ത ഗാർഡിൽ കാല് ഈക്വൽ ലൈനിൽ വെക്കുന്നു. നീസ് സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ് ആണ്. എൻ്റെ ഫ്രണ്ട് ഷോൾഡർ സ്ലൈറ്റ്ലി ഓപ്പൺ ആണ്. ഹെഡ് സ്റ്റഡി ആയിരിക്കും. ഐസ് ലെവലിലുമാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് സ്റ്റാൻസ് നിങ്ങൾ നിൽക്കേണ്ടത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ നിങ്ങളുടെ സ്റ്റാൻസിലും ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.